ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ലയണൽ മെസ്സി വന്നതിന് ശേഷം അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമിക്കുണ്ടായ മാറ്റം അത് അത്ഭുതകരമാണ്. കളിക്കളത്തിലും കളത്തിന് പുറത്തും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് കിരീടങ്ങളൊക്കെ ഇന്റർ മയാമി സ്വന്തമാക്കിയിരുന്നു. ഒരു ക്ലബ്ബ് എന്ന നിലയിൽ വളരാൻ ഇന്റർ മയാമിക്ക് മെസ്സിയുടെ വരവോടുകൂടി കഴിഞ്ഞു. ഒരുപാട് സൂപ്പർ താരങ്ങൾ ഇന്റർ മയാമിക്ക് വേണ്ടി ഇപ്പോൾ കളിക്കുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് നിലവിൽ ഫുട്ബോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ മൂല്യമുള്ള ക്ലബ്ബുകളുടെ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ അതിലെ ആദ്യ 20-ൽ ഇടം നേടാൻ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 17-ാം സ്ഥാനത്താണ് ഇന്റർ മയാമി ഉള്ളത്. അതിൻ്റെ കാരണക്കാരൻ മെസ്സി തന്നെയാണ്. മെസ്സി വന്നതോടുകൂടിയാണ് ഈ ക്ലബിൻ്റെ മൂല്യം വർദ്ധിച്ചിട്ടുള്ളത്. സ്പോർട്ടിക്കോയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവരുടെ കണക്കുകൾ പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ മൂല്യമുള്ള ക്ലബ്ബ് അത് റയൽ മാഡ്രിഡ് ആണ്. അതായത് 6.5 ബില്യൺ US$ ആണ് അവരുടെ മൂല്യമായി കൊണ്ടുവരുന്നത്. രണ്ടാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വരുന്നു. 6.1 ബില്യൺ US$ ആണ് അവരുടെ മൂല്യം. മൂന്നാം സ്ഥാനത്ത് FC ബാഴ്സലോണ 5.7 ബില്യൺ US$ ആണ് ബാഴ്സയുടെ ഒരു മൂല്യം. നാലാം സ്ഥാനത്ത് ലിവർപൂൾ വരുന്നു. 5.6 ബില്യൺ ഡോളർ ആണ് അവരുടെ മൂല്യം. അഞ്ചാം സ്ഥാനത്ത് ബയേൺ മ്യൂണിക് ആണ് വരുന്നത്. 5.2 ബില്യൺ US$ ആണ് അവരുടെ മൂല്യമായി കൊണ്ടുവരുന്നത്. ആറാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റി, ഏഴാം സ്ഥാനത്ത് ആഴ്സണൽ, എട്ടാം സ്ഥാനത്ത് PSG, 9 ടോട്ടൻഹാം, 10 ചെൽസി, 11 അത്ലറ്റിക്കോ മാഡ്രിഡ്, 12 ഡോർട്ട്മുണ്ട്, 13 യുവന്റസ്, 14 AC മിലാന്, 15 ഇന്റർ മിലാന്, 16 മറ്റൊരു അമേരിക്കൻ ക്ലബ്ബായ LAFC ആണ്. 17-ാം സ്ഥാനത്താണ് ഇന്റർ മയാമി വരുന്നത്. ഇന്റർ മയാമിയുടെ മൂല്യം 1.2 ബില്യൺ US$ ആണ്. 18-ാം സ്ഥാനത്ത് മറ്റൊരു അമേരിക്കൻ ക്ലബ്ബായ LA ഗാലക്സി, 19 അറ്റ്ലാന്റ യുണൈറ്റഡ്, 20 ന്യൂയോർക്ക് സിറ്റി FC. ഇങ്ങനെയാണ് കണക്കുകൾ വരുന്നത്. $1 ബില്യൺ മുകളിലാണ് ഇന്റർ മയാമിയുടെ ഒരു മൂല്യം വരുന്നത്. ആദ്യ 20-ൽ ഇടം നേടാൻ അവർക്ക് സാധിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണക്കാരൻ അത് മെസ്സി തന്നെയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.